വല്യമ്മേ, നല്ല വാസന വരുന്നുണ്ടല്ലോ. ഇന്നെന്താ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണ്ടോ? മോളെ രമേശൻ ഗൾഫിന്ന് വന്നതല്ലേ, അപ്പൊ അവന് ഇഷ്ടമുള്ള ഉഴുന്നുവടി അങ്ങോട്ട് ഉണ്ടാക്കാന്ന് വല്യമ്മ വിചാരിച്ചു. അതേതായാലും നന്നായി. പാവ രമേശേട്ടൻ നാട്ടിലത്തെ ഭക്ഷണമൊക്കെ കഴിക്കാൻ കൊതിയായിട്ടുണ്ടാവും. അതിനല്ലേ വല്യമ്മയുടെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കണത്. വാസന വരുമ്പോ കഴിക്കാൻ തോന്നുന്നു. എങ്ങനെയുണ്ട്? ഇത് പൊളിച്ചു, അടിപൊളിയാ. രമേശന്റെ യാത്രാക്ഷീണൊക്കെ മാറിങ്ങി ഇങ്ങോട്ട് വിളിക്കുക സുമിത്രേ. ഇപ്പൊ തന്നെ രമേശേട്ടനെ വിളിക്കാം. എന്റെ അമ്മക്കുട്ടീനെ കണ്ടിട്ട് അച്ഛന് എത്ര കാലായി. അച്ഛനെ എന്നെ കൂട്ടാണ്ട് ഗൾഫിൽ പോയതല്ലേ. അമ്മൂട്ടിക്ക് പാവയും പിന്നെ കുറെ ഡ്രസ്സൊക്കെ മേടിക്കാൻ കാശ് വേണ്ടേ, അതിനല്ലേ അച്ഛൻ ഗൾഫിൽ പോയത്. അച്ഛാ, ഇനി അച്ഛൻ പോകുമ്പോ എന്നെ അമ്മേനെ കൊണ്ടുപോ. പിന്നെ അമ്മൂനി അല്ലാതെ ഇനി ആരാ അച്ഛൻ കൊണ്ടുപോവുക? രമേശേട്ടാ വേഗം താഴത്തേക്ക് വരൂ. വല്യമ്മ രമേശേട്ടൻ എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് വേറെ സ്പെഷ്യല്. ഏയ് കൊറേ കാലായിട്ടോ വല്യമ്മയുടെ ഫുഡ് കഴിച്ചിട്ട്. ഹായ്, നല്ല വാസന. താൻ എന്താണ് സ്പെഷ്യൽ ഉണ്ടാക്കണ? രമേശന് ഇഷ്ടമുള്ള വട. വട കഴിച്ചിട്ട് കൊറേ കാലായി, ഇങ്ങോട്ട് എടുക്കൂ. ഏട്ടനൊക്കെ കഴിക്കരുത്, എന്റെ രമേശൻ കഴിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ കഴിച്ചാൽ മതി. അല്ല, രമേശനും ഞങ്ങൾക്ക് ആയിട്ട് എന്താ വ്യത്യാസം? ആ, അത് കൊള്ളാം. നിങ്ങളെയൊക്കെ പോലെയാണോ എന്റെ രമേശൻ? ഓ, ഞാനൊന്നും എടുക്കണില്ല. താൻ തന്റെ രമേശനും. ആരും ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. രമേശൻ കഴിച്ചിട്ട് പിന്നെ കഴിച്ചാൽ മതി നിങ്ങളൊക്കെ. അതെ, ഇവിടെ നല്ല വടയുടെ വാസന വരുന്നുണ്ടല്ലോ. ഇപ്പൊ കിട്ടിയല്ലേ, അതിന് ചെല്ലു. രമേശന് കൊടുത്തല്ല നമുക്കൊന്നും തരില്ല. ഈ രമേശൻ ബഹുവോളം പെടുന്ന ഒന്നും കിട്ടില്ല. രമേശ, നിനക്ക് ഇഷ്ടമുള്ള വട നീ വയറ് നിറച്ച് കഴിച്ചോ. എന്താ വല്യമ്മയുടെ വടയുടെ ടേസ്റ്റ്. അവിടെ കുബൂസൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരം രമേശന് വല്യമ്മയുടെ വക സ്പെഷ്യൽ മസാല ദോശയാണ്. വല്യച്ഛനും വല്യമ്മയ്ക്കും സുമിത്രയ്ക്കൊക്കെ സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. ഇനി രമേശൻ ഗൾഫ് പോണില്ല. സുമിത്രയെ രമേശൻ ഗൾഫ് പോണില്ലെന്നോ? പോണില്ല വല്യമ്മേ. വല്യമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം ഒന്നും കഴിക്കാതെ രമേശന് എന്ത് ജീവിതമുള്ളേ. എന്നൊന്നും ഉഴുന്നുവടയൊന്നും ഉണ്ടാവില്ല. രമേശൻ കഞ്ഞിയും പയറൊക്കെ കഴിക്കേണ്ടി വരും. അല്ല രമേശ, ഗൾഫിൽ പോയാൽ നമുക്ക് ജീവിക്കണ്ടേ? അതിനുള്ള കാശൊക്കെ രമേശന്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി വല്യച്ഛൻ അതിനെ പറ്റി നാലച്ചു പേടിക്കണ്ട. എന്ത് കാണാരേട്ടാ, നിങ്ങൾ ഈ വയസ്സാം കാലത്ത് പല ഡ്രസ് ഇട്ട് നടക്കുന്നത് വളരെ മോശമായിട്ടത്. രമ്യ എന്നെ വയസ്സനായിട്ടൊന്നും കണ്ട. വയസ്സ് 70 ഉണ്ടെങ്കിലും മനസ്സ് 45 70 വയസ്സായിട്ടേ ഉള്ളൂ കാണാരേട്ടന്. ഞാൻ വിചാരിച്ചു 90 വയസ്സായിന്ന്. രമ്യയുടെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ട്. ഒരു കണ്ണ് ഡോക്ടറെ പോയി കാട്ടുന്നത് നല്ല കേട്ടാ. കാണാരേട്ടന് എങ്ങനെ വേഷം കെട്ടിയാലും ചെറുപ്പാവാനൊന്നും പോകുന്നില്ല കേട്ടാ. രമ്യ ഒന്ന് പോയേ. കാണാരേട്ട അങ്ങനെ തെറ്റി പോവല്ലേ. കാണാരേട്ടൻ എങ്ങട്ടാ ഈ തിരക്ക് പിടിച്ചു പോകുന്നത്? രമ്യ അറിഞ്ഞില്ലേ, നമ്മളെ രമേശൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞാൻ അവനൊന്ന് പോയി കാണാൻ പോവാ. രമേശൻ ഗൾഫിൽ നിന്ന് വന്നോ? ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ അത്. രമ്യ, എനിക്ക് സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. എനിക്ക് രമേശനൊന്ന് വേഗം കാണണം. ഇയാള് രമേശന്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ അടിച്ചു മാറ്റാൻ പോവാ. അതിനു മുമ്പേ ഞങ്ങൾക്ക് അടിച്ചു മാറ്റണം. രമേശ, നീ ഗൾഫിൽ പോണില്ലെന്ന് കേട്ടല്ലോ. നിന്റെ തീരുമാനം സൂപ്പറാ. ശരിയാണ് കാണാരേട്ടാ. ഈ നമ്മുടെ നാട്, നമ്മുടെ അമ്പലം, ഉത്സവങ്ങള്, പൂരം, പിന്നെ കാണാരേട്ടൻ, നമ്മുടെ കൊച്ചുണ്ണിയേട്ടൻ, ഇതൊന്നും വിട്ടിട്ട് ഇനി രമേശൻ ഗൾഫ് പോണില്ല. പക്ഷേ വരുമാനം ഇല്ലാണ്ട് നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിന്റെ കാര്യം കാണാരേട്ടൻ പറഞ്ഞത് കറക്റ്റാ. ഒരു വരുമാനം ഇല്ലാതെ ഇവിടെ നിൽക്കാൻ പറ്റില്ല. പക്ഷെ രമേശൻ ആലോചിക്കുന്നത് ഒരു ബിസിനസ് തുടങ്ങിയാലോന്നാ. സുമിത്രയ്ക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല, സുമിത്രയ്ക്ക് തിരിച്ചു പോകണമെന്നാ. പക്ഷെ ഒരു ബിസിനസ് തുടങ്ങി കാശ് ഉണ്ടാക്കുക എങ്ങനെയെന്ന് രമേശൻ സുമിത്രയ്ക്ക് ഒന്ന് കാണിച്ചു കൊടുക്കണം. കാണാരേട്ടന്റെ കയ്യിലൊരു വഴിയുണ്ട്. കാണാരേട്ടൻ്റെ അടുത്ത് ഐഡിയ ഉണ്ടോ? എന്നാ പറ കാണാരേട്ടാ. രമേശ, ഒരു 20 ലക്ഷം ഉറുപ്പ്യ നീ എടുത്താ. അത് അടുത്ത വർഷം ആകുമ്പോഴേക്കും ഡബിളാക്കി തരാം.
20 ലക്ഷം റുപ്യ തന്നാ ഡബിളാക്കി തരുമോ? പക്ഷേ മാസം മാസം കുറച്ച് പൈസ കിട്ടിയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ലല്ലോ. മാസം 20,000 റുപ്യ നിനക്ക് കിട്ടും. അതുകൂടാണ്ട് ഞാൻ സുമിത്രയ്ക്ക് ഒരു ജോലി അവിടെ ആക്കി കൊടുക്കാം. മാസം മാസം ഇതിന്റെ കൂടെ 20,000 റുപ്യ കിട്ടുകയാണെങ്കിൽ അത് നല്ലതാണ്. പിന്നെ സുമിത്രയ്ക്ക് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ സുമിത്രയും ഹാപ്പിയാവും. പക്ഷെ ഇതൊക്കെ നടക്കുമോ കാണാനേട്ടാ? രമേശ, നിനക്ക് കാണാരേട്ടൻ അറിയില്ലേ? കാണാരേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് നടത്തിയിരിക്കും. കാണാനേട്ടന് ഉറപ്പാണെങ്കിൽ പൈസ രമേശിനൊരു പ്രശ്നമല്ല. പക്ഷെ എന്താ വെച്ചാൽ സുമിത്രനെ പറഞ്ഞു സമ്മതിപ്പിക്കണം. പക്ഷെ കുഴപ്പമില്ല, അത് രമേശനായിട്ടു. എൻ്റെ അക്കൗണ്ട് നമ്പർ ഞാൻ വാട്സപ്പിൽ അയച്ചുതരാം. നാളെ തന്നെ ഒരു 20 ലക്ഷം കിട്ടും. കണാകരേട്ടൻ പറയണതൊക്കെ ഞാൻ കേട്ടു. ശരിക്കും രമേശന്റെ പൈസ ഇരട്ടിക്കോ? എന്താ രമേശന്റെ വലിയമ്മയ്ക്ക് ഒരു സംശയം? രമേശന് അടുത്ത വർഷം 40 ലക്ഷം കിട്ടും. എന്നാ കണാകരേട്ടന് ഞാനൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കട്ടെ? ചായ കുടിച്ചിരിക്കാനൊന്നും കാണാനായിട്ട് സമയമില്ല. ഇതുപോലെ ഇനി എത്ര ആള് ചേർക്കാണ്ട്? ഞാൻ എന്താ ചെയ്യാന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ദൈവത്തിനെ പോലെ കാണാരേട്ടൻ പ്രത്യക്ഷപ്പെട്ടത്. പിന്നെ അല്ലാതെ രമേശ, കാണാനായിട്ട് സമയമില്ല കേട്ടാ. എന്നാ ശരി കാണാരേട്ടാ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. കൊച്ചുണ്ണി അറിഞ്ഞോ? നമ്മളെ രമേശൻ വന്നിട്ടുണ്ട്. ഏത് രമേശൻ? ഹായ്, നമ്മളെ ഗൾഫ് രമേശൻ, അല്ലാണ്ടാരാ? രമേശൻ ഗൾഫിൽ നിന്ന് വന്നോ? ഈ കൊച്ചുണ്ണിയായിട്ട് അറിഞ്ഞില്ലല്ലോ. നിങ്ങളൊന്നും അറിയാൻ പോകുന്നില്ല, പക്ഷെ കണാരേട്ടൻ അറിയും. ഓ, നിങ്ങൾക്ക് ദിവ്യദൃഷ്ടി ഉണ്ടോ? നിങ്ങൾ എവിടെന്നാ പറഞ്ഞേ? ഞാൻ ഇപ്പൊ അവിടുന്ന് വരുന്നത്. അടുത്ത കൊല്ലം രമേശൻ കോടീശ്വരനാ കൊച്ചുണ്ണി. ഓ, പിന്നെ നിങ്ങൾക്ക് എന്താ ലോട്ടറി കച്ചവടം ഉണ്ടാ? രമേശൻ കണാരേട്ടന് 20 ലക്ഷം രൂപ തന്നിട്ട് അത് 2-3 വർഷം കഴിയുമ്പോഴേക്കും കോടികളായി മാറില്ലേ? രമേശൻ 20 ലക്ഷം തന്നോ? അത്രയൊക്കെ തരാൻ വേണ്ടി രമേശൻ മണ്ടനാണോ? കണാരേട്ടൻ ചോദിച്ചു കഴിഞ്ഞാൽ 20 ലക്ഷം അല്ല, 50 ലക്ഷം വേണേ തരും. ഉവ്വേ, എന്തൊരു തള്ളലാ. ഷോ, അയാൾ എത്രയാണാവോ അടിച്ചു മാറ്റിയത്? ഇനി ഈ കൊച്ചുണ്ണിയാട്ടിന്റെ രമേശന്റെ കയ്യിൽ എത്ര കാശാണാവോ കിട്ടുക? അല്ല ശിവേട്ടാ, ഞാനൊരു കാര്യം പറയാൻ മറന്നു. നമ്മളെ രമേശനെ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. രമേശൻ ഗൾഫിൽ നിന്ന് വന്നോ? രമ്യ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാ, 4 കുറിയിൽ നമുക്ക് ചേർക്കണം മൂപ്പര. അത് വേണോ ശിവേട്ടാ? ആ വേണം രമ്യേ, ഗൾഫുകാരനല്ലേ, പൂത്ത കാശുണ്ടാവും കയ്യില്. അപ്പൊ നമുക്ക് ആ പൈസ കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് പുതിയ ഫ്ലാറ്റിന് അഡ്വാൻസ് കൊടുക്കാം. എന്നാ ഇപ്പൊ തന്നെ ഞാൻ രമേശനെ വിളിക്കട്ടാ. ഹലോ രമേശ, ആ പറയൂ രമ്യ ചേച്ചി. നീ വന്നിട്ടേ ഈ രമ്യ ചേച്ചിനെ ശിവേട്ടനെ ഒന്നും കാണാൻ വന്നില്ലല്ലോ. ചേച്ചി, ഞാൻ തിരക്കൊന്ന് കഴിഞ്ഞിട്ട് വരാച്ച് നിൽക്കായിരുന്നു. രമേശ, നിന്നെ ഞാൻ 1 ലക്ഷത്തിന്റെ 4 കുറിയിൽ ചേർക്കാൻ പോവാന്നിട്ടാ. അല്ല ചേച്ചി, കുറിയിൽ എന്നൊക്കെ പറയുമ്പോ നമ്മള് മാസം മാസം കാശ് ഇങ്ങനെ അടക്കണ്ടേ? രമേശ, നീ ഇങ്ങനെ പിശുക്കത്തരം പറയരുത് കേട്ടോ. നിന്നെ ഞാൻ കുറി ചേർക്കാൻ പോവാ. ചേച്ചി ആദ്യമായിട്ട് പറയല്ലേ, സാരല്ല, എന്തായാലും രമേശൻ ചേരാ. അല്ല രമേശ, നീ ചോക്ലേറ്റും സ്പ്രേ ഒക്കെ കൊണ്ടുവന്നിട്ടില്ലേ? ആ കൊണ്ടുവന്നിട്ടുണ്ട് ചേച്ചി, ആർക്കും കൊടുത്തിട്ടില്ല. നാട്ടുകാരൊക്കെ നിന്റെ അടുത്തേക്ക് വരൂ കേട്ടോ. അതെ, ആർക്കും കൊടുക്കരുത് കേട്ടോ. നീ എനിക്ക് ശിവേട്ടന് മാത്രമേ തരാവൂട്ടാ. ആ ചേച്ചി, ഞാൻ വരുമ്പോ തരാട്ടോ. എന്റെ രമ്യെ, അവരോട് കുറച്ച് ബിസ്ക്കറ്റ് ചോദിച്ചു കൂടിയായിരുന്നു നിനക്ക്. എന്ത് ബിസ്ക്കറ്റ് ശിവേട്ടാ? സ്വർണ്ണ ബിസ്ക്കറ്റ്. നിനക്കിട്ട് ജീവിക്കാൻ അറിയില്ല, ഒന്നും ചോദിക്കാൻ അറിയില്ല. അല്ല, എന്തിനാ വിഷ്ണുവേട്ട അങ്ങനെ വിഷമിച്ചിരിക്കണേ? നാളത്തേക്ക് ഒരു 5 ലക്ഷം വേണമെന്നല്ലേ ഉള്ളൂ. അത് നമ്മുടെ രമേശേട്ടന്റെ കയ്യിലില്ലേ? 5 ലക്ഷം എന്റെ കയ്യിലോ? ആ, 5 ലക്ഷം തന്നെ. അത് നാളത്തേക്ക് രമേശേട്ടൻ തരും. അല്ല ദീപ്തി, ഇപ്പൊ ഈ 5 ലക്ഷം എന്റെ മരുവനല്ലേ രമേശ് 5 ലക്ഷം തരും. രമേശ് അവർ 5 ലക്ഷം റുപ്യ അവരുടെ അക്കൗണ്ടിലേക്കാണ്ട് അയച്ചു കൊടുക്കണ്ട. അല്ല, രമേശേട്ടനെ ബുദ്ധിമുട്ടിക്കണോ? എന്ത് ബുദ്ധിമുട്ട്? നമ്മുടെ രമേശേട്ടനല്ലേ. എന്നാ രമേശേട്ടൻ തന്നാ മതി. അല്ല പിന്നെ. ശരി, ഞാൻ പോട്ടെട്ടോ. രമേശേട്ടാ, ഇന്ന് തന്നെ പൈസ ഇട്ടോളൂ കേട്ടോ, നാളെ കൊടുക്കാനുള്ളതാ. വിഷ്ണുവേട്ടൻ അറിയില്ല ഒരാളുടെ അടുത്തുനിന്ന് എങ്ങനെ കാശ് അടിച്ചു മാറ്റിയെന്ന്. എന്റെ ഭാര്യ കൊള്ളാട്ടാ, മിണ്ടിക്കുക. രമേശിന്റെ വീടല്ലേ ഇത്? ആ, ഞാൻ രമേശനാണല്ലോ. ആരാണ് മനസ്സിലായില്ല? ഞാൻ നമ്പൂരിച്ചൻ പറഞ്ഞ കോൺട്രാക്ടർ പ്രദീപ്. ആ, പ്രദീപ് സാറായിരുന്നോ? ഇങ്ങോട്ട് കേറിക്കാട്ടോ. ഇരിക്കാനൊന്നും സമയല്ലേ? നമുക്ക് എന്നത്തേക്കാ വീട് പണി സ്റ്റാർട്ട് ചെയ്യേണ്ടത്? നമുക്കേ വീട് പണി വേഗം തുടങ്ങണം. കാരണം മഴക്കാലൊക്കെ വരുന്നതിന് മുന്നേ വേഗം പണി തീർക്കാച്ചിട്ടാണ്. എത്ര ബഡ്ജറ്റിന്റെ വീടാ രമേശൻ ഉദ്ദേശിക്കുന്നത്? ഒരു 50 ലക്ഷം വരെയൊക്കെ നമുക്ക് പോവാം. 50 ലക്ഷത്തിന് ചെറിയ വീട് നമുക്ക് പണിയാം.
പിന്നെ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ നമുക്ക് സിംഗപ്പൂരിൽ നിന്നോ വിയറ്റ്നാമിൽ നിന്നോ ആക്കാം. സാറിന് സിംഗപ്പൂരൊക്കെ നല്ല പിടിപാടുണ്ടോ? സിംഗപ്പൂരും വിയറ്റ്നാമും ഒക്കെ ഈ പ്രദീപിന്റെ ഹോം ടൗൺ അല്ലേ സാറേ, ഈ വീടിന്റെ സ്വപ്നാട്ടോ. രമേശിന് ഞാനൊരു കൊച്ചു കൊട്ടാരം അങ്ങോട്ട് പണിത് തരും. ഈ ചുറ്റുവട്ടത്ത് അങ്ങനത്തെ ഒരു വീടുണ്ടാവില്ല. എന്നാ ഉറപ്പിച്ചു, സാറിന് എന്റെ കോൺട്രാക്ട്. നമുക്ക് പണി എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരു 20 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് തന്നോളൂ, നമുക്ക് സാധനങ്ങളൊക്കെ ഇറക്കാലോ. ക്യാഷ് ഞാൻ വൈകുന്നേരം ആകുമ്പോൾ എടുത്തു വെക്കാം. അത് മതി. സാറിന്റെ ശരിക്കുള്ള വീട് എവിടെയാണ്? എന്റെ ശരിക്കുള്ള വീട് ആലപ്പുഴയിലാ. ഞാൻ പക്ഷെ ജനിച്ചതും വളർന്നതും ഒക്കെ പൂനെയിലാ. എന്റെ പ്രശ്നം എന്താ വെച്ചെങ്കിൽ എനിക്ക് ആരെയും പറ്റിക്കാൻ വയ്യ. ഞാൻ എപ്പോഴും വിശ്വാസത കാത്തു സൂക്ഷിക്കുന്ന ഒരാളാ. ഇങ്ങനത്തെ ആൾക്കാരെ നിന്ന് കാണാൻ കിട്ടില്ല. ഭൂരിച്ചന്റെ ആളായതുകൊണ്ട് ഞാൻ ഇതിൽ ലാഭമൊന്നും നോക്കണില്ല. രമേശിന് ഞാനൊരു ഗംഭീര വീട് പണിതത്. അത് മതി രമേശിന്. ക്യാഷിന്റെ കാര്യം മറക്കണ്ട, ഞാൻ വൈകിട്ട് വരാം. ഓക്കെ? രമേശനല്ല പറഞ്ഞ് രമേശ, നീ വന്നിട്ട് 2 ദിവസമായില്ലേ? ഇപ്പോഴാണോ കൊച്ചുണ്ണിയേട്ടനെ കാണാൻ വരുന്നത്? എന്റെ കൊച്ചുണ്ണേട്ട 2 ദിവസം ഭയങ്കര തിരക്കായിരുന്നു. അതാണ് കൊച്ചുണ്ണേട്ടനെ കാണാൻ വയ്യത്. എന്താ കൊച്ചുണ്ണേട്ടാ, എന്തിനിങ്ങനെ കരയുടെ? രമേശ, എന്റെ കടയ്ക്ക് 2 ലക്ഷം രൂപ ലോൺ ഉണ്ടാ. 2 ലക്ഷം രൂപ ലോൺ ഉണ്ടോ കൊച്ചുണ്ണേട്ടന്? എന്റെടാ ഉണ്ട്. ഇപ്പൊ കൊച്ചുണ്ണിയേട്ടന് സമാധാനായി. എന്റെ രമേശൻ വന്നല്ലോ. അല്ല കൊച്ചുണ്ണേട്ടാ, ഞാൻ വന്നിട്ട് ഇപ്പൊ എന്താ കാര്യം? നീ വന്നിട്ട് കാര്യണ്ട്. നീ എനിക്ക് 2 ലക്ഷം തരൂലോ? അത് പിന്നെ കൊച്ചുണ്ണേട്ടാ, ഓൾറെഡി ഞാൻ ആ കണാരേട്ടന് 20 ലക്ഷം റുപ്യ കൊടുത്തു. പിന്നെ നമ്മുടെ രമ്യ ചേച്ചി എന്നെ 4 കുറിയിൽ ചേർത്തിട്ടുണ്ട്. രമേശന്റെ കയ്യിൽ അത്ര പൈസ ഒന്നും ഇല്ല. അതൊന്നും രമേശൻ പറഞ്ഞിട്ട് കാര്യമില്ല. 2 ലക്ഷം എനിക്ക് തരണം, അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലടാ. എന്റെ കൊച്ചുണ്ണേട്ടാ, നിങ്ങൾ അതും ഇതൊന്നും ചെയ്യലേ. പൈസ എങ്ങനെയെങ്കിലും രമേശൻ തരാ. ഇന്നെന്നെ അയക്കണം, അല്ലെങ്കിൽ നാളെ നീ കൊച്ചുണ്ണിയേട്ടനെ കാണൂല്ലടാ. കൊച്ചുണ്ണേട്ടൻ ഒന്ന് സമാധാനമായിട്ടിരിക്കും. ഞാൻ ഇപ്പൊ തന്നെ വീട്ടിൽ പോയിട്ട് അയക്കാം. രമേശ, നമ്മുടെ വീട് എങ്ങനെയുണ്ട്? ഗംഭീരാവുന്നില്ലേ? വീട് അടിപൊളിയാവുണ്ട് കേട്ടോ സാറേ. ഈ തേപ്പൊക്കെ കണ്ടില്ലേ? എന്താ മിനുസം. പണിയൊക്കെ അടിപൊളിയാവുണ്ട് കേട്ടോ സാറേ. രമേശൻ തന്ന 30 ലക്ഷം കഴിഞ്ഞു. ഇനിയിപ്പോ ഒരു 40 ലക്ഷം രൂപയും കൂടി കിട്ടിയാൽ നമുക്ക് ഇത് ഗംഭീരമായിട്ട് ഫിനിഷ് ചെയ്യാമായിരുന്നു. അല്ല, നമ്മൾ 50 ലക്ഷം അല്ലേ പറഞ്ഞിരുന്നത്? രമേശ, മെറ്റീരിയലിനെല്ലാം വില കൂടി. ഇത് ഫിനിഷ് ചെയ്യണ്ടേ നമുക്ക്? അതിന് ഒരു 40 ലക്ഷം വേണം. 40 ലക്ഷം ഒന്നും ഇനി തരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ പോലെ ഒരു 50 ലക്ഷം തന്നെ ടോട്ടൽ ഇതിന് പ്രതീക്ഷിക്കണുള്ളൂ. ഞാൻ ഇത് ഫിനിഷ് ചെയ്യണമെങ്കിൽ 40 ലക്ഷം രൂപ എനിക്ക് നാളെ കിട്ടണം. നോക്കട്ടെ, ഞാൻ എന്തെങ്കിലും ചെയ്യാം. സുമിത്രേ, ആ പ്രദീപ് കോൺട്രാക്ടർ പറയണതേ ഇനി 40 ലക്ഷം കൊടുത്താലേ നമ്മളെ വീട് പണി പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ എന്ന്. ഇനി 40 ലക്ഷം രൂപയോ? ആദ്യം നമ്മൾ അയാൾക്ക് 20 ലക്ഷം കൊടുത്തു, പിന്നെ വീണ്ടും 10 ലക്ഷം കൊടുത്തു. ഇനിയിപ്പോ അതാ വീണ്ടും 40 ലക്ഷോ? അപ്പൊ നമ്മുടെ വീടിന്റെ ബഡ്ജറ്റ് എത്രയാ? 70 ലക്ഷോ? നമ്മുടെ എഗ്രിമെന്റിൽ 50 ലക്ഷം അല്ലേ പറഞ്ഞത്? എന്താ സുമിത്ര ഞാൻ ചെയ്യാ? ഇനി 40 ലക്ഷം കൊടുത്തില്ലെങ്കിൽ ആള് വീട് പണി നിർത്തിവെക്കുന്ന പറയണേ. ഇത് രമേശേട്ടന്റെ ഭാഗത്തിന്റെ തെറ്റ്. ആരെങ്കിലും വീട് പണിക്ക് വേണ്ടിട്ട് ഇത്ര അധികം പൈസ എടുത്ത് അഡ്വാൻസ് കൊടുക്കുവോ? പറ്റിപ്പോയിന്റെ സുമിത്ര, അയാൾ ഇങ്ങനെ ചതിക്കൊന്നും ഞാൻ വിചാരിച്ചില്ല. അയാളെ കണ്ട നല്ലൊരു വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യൻ, പക്ഷെ ഇത്രയ്ക്ക് ഫ്രോഡാന്ന് ഞാൻ വിചാരിച്ചില്ല. ഓ, എങ്ങനെയെങ്കിലും ആൾക്ക് പൈസ കൊടുത്തിട്ട് നമ്മളെ വീട് പണി പൂർത്തീകരിച്ചിട്ട് ഈ വാടക വീട്ടിൽ നമുക്കൊന്ന് മാറിയാ മതിയായിരുന്നു. രമേശേട്ടാ, കണാരേട്ടനൊന്ന് വിളിച്ചു നോക്കൂ. ഇപ്പൊ 2 മാസമായില്ലേ, പലിശ ഇല്ല, ഒന്നുമില്ല. എന്താ പറ്റിയെന്ന് അറിയില്ല. കണാരേട്ടനൊന്ന് വിളിച്ചു നോക്കാം. എനിക്ക് ജോലിയാക്കി തരാന്ന് പറഞ്ഞോ പറ്റിച്ചു. അറ്റ്ലീസ്റ്റ് പലിശയെങ്കിലും കൃത്യമായിട്ട് തരണ്ടേ? ശരിയാണത്, ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം സുമിത്രേ. ഹലോ കണാരേട്ടാ. ആ, എന്താ രമേശ? അല്ല കണാരേട്ടാ, 2 മാസം കഴിഞ്ഞു, ഇതുവരെ പലിശ കിട്ടിയിട്ടില്ലല്ലോ. രമേശ, നീ ധൃതി പിടിക്കല്ലേ, പലിശക്ക് വരും. എന്റെ കണാരേട്ടാ, എനിക്ക് ഇവിടെ വേറെ വരുമാനമൊന്നുമില്ല. ഈ പലിശ മാത്രമേ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം നീ കുറച്ച് ക്ഷമ കാണിക്ക്. കണാരേട്ടന് തിരക്കുണ്ട്, പിന്നെ വിളിക്കാട്ടാ. കണാരേട്ട വെക്കൽ, കണാരേട്ട ഫോൺ വെക്കല്ലേ. കണാരേട്ട ഫോൺ വെച്ചു, പിന്നെ എന്താ ചെയ്യാ? കൊച്ചുണ്ണിയേട്ടാ, ഒരു ചന്ദനത്തിരി എടുത്തേ. അല്ല രമ്യ, നീ ആ രമേശനെ പറ്റിച്ചു എന്ന് പറയണ കേട്ടല്ല. ഞാൻ എന്താ പറ്റിച്ചത്? കൊച്ചുണ്ണിയേട്ടനല്ലേ ആ പാവത്തിനെ പറ്റിച്ചത്. നീ 4 കുറിയിൽ ചേർത്തുന്നോ, അത് പൊട്ടിന്നോ, കാശ് കൊടുത്തില്ലാന്നൊക്കെ ആൾക്കാര് പറയണ കേട്ടല്ല. കൊച്ചുണ്ണിയേട്ടാ, നിങ്ങൾ നല്ല പിള്ളച്ചമയൊന്നും വേണ്ട. നിങ്ങൾ 2 ലക്ഷം, കണാരേട്ടന് 20 ലക്ഷം, നമ്പൂരിയച്ഛന്റെ അവിടെ 5 ലക്ഷം രൂപ അടിച്ചു മാറ്റിയേ ഈ രമ്യ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 4 കുറിയിൽ ചേർത്തിട്ടേ ഉള്ളൂ, അത് പൊട്ടിപ്പോയി. അതെന്റെ കുറ്റാന്നോ?
ഞങ്ങള് മാത്രമൊന്നല്ല, രമ്യ മോശമില്ല, എല്ലാവരും പറ്റിക്കില്ല. നമ്പൂരിയച്ഛനും ഈ രമേശനെ പറ്റിച്ച രമ്യ അറിഞ്ഞിട്ടുണ്ട് കേട്ടാ. ഈ കൊച്ചുണ്ണിയേട്ടനാണ് രമ്യോട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. രമ്യ അനാവശ്യം പറയുന്നത്, കൊച്ചുണ്ണിയാട്ടിനെ ശരിക്കും അറിയില്ല. എല്ലാവരോടും കളിക്കുന്ന പോലെ രമ്യനോട് കളിക്കരുത് കേട്ടാ. രമ്യ മഹാപെശക. രമ്യനെ നിങ്ങക്ക് മനസ്സിലായില്ല കേട്ടാ. പിന്നെ കൊച്ചുണ്ണിയാട്ട എത്ര രമ്യമാരെ കണ്ടിരിക്കുന്നത്. രമ്യ ഒന്ന് പോയി പണിയൊക്കെ. കാണാരേട്ടാ, നിങ്ങൾ എങ്ങോട്ടായി പോണം? ഞാൻ നിങ്ങളെ നോക്കി നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. എന്താ രമേശ, ഒരു ഭീഷണിയുടെ സ്വരാണല്ലോ. കാണാരേട്ടന് ഞാൻ പൈസ തന്നിട്ട് 6 മാസം കഴിഞ്ഞു. ഇതുവരെ എനിക്ക് പലിശ കിട്ടിയിട്ടില്ല. എനിക്ക് എൻ്റെ മുതൽ തിരിച്ചു വേണം. എന്റെ രമേശ, ചേർപ്പിക്കണ പണി മാത്രമേ എനിക്കുള്ളൂ. ബാക്കിയുള്ളതൊക്കെ രമേശിന്റെ ഉത്തരവാദിത്തം. രമേശൻ നോക്കിക്കോ കിട്ടണ വഴി. എൻ്റെ ചേട്ടാ, എൻ്റെ കയ്യിൽ 5 പൈസ അല്ലാതിരിക്കാം. എനിക്ക് എൻ്റെ മുതൽ ഈ ആഴ്ച കിട്ടണം. തന്നിട്ടില്ലെങ്കിൽ രമേശൻ ആരാന്ന് ചേട്ടൻ അറിയും. നിന്റെ പൈസ പോയിന്ന് വിചാരിച്ചോ, നീ എന്ത് ചെയ്യും? എൻ്റെ ചേട്ടാ, വെറുതെ രമേശനോട് കളിക്കാൻ നിൽക്കണ്ട. രമേശ, ഞാൻ എൻ്റെ പിള്ളേരെ ഇറക്കും. പിന്നെ നീ ഇവിടെ മുട്ടുകാലിൽ എഴഞ്ഞ് നടക്കേണ്ടി വരും. രമേശ, കണാരേട്ടൻ്റെ ഒരു മോയെ നീ കണ്ടിട്ടുള്ളോ? വേറൊരു മോൻ കൂടി ഉണ്ട് കേട്ടാ. അതുകൊണ്ട് നീ വിട്ടോ. രമേശ, ഒരു 5 ലക്ഷം രൂപ കൂടി ഉണ്ടെങ്കിലേ നമുക്ക് പണി മൂവ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി 5 ലക്ഷം ഉറുപ്പ്യോ? നാട്ടക്കിലെ പ്രതിഭേ, കഴിഞ്ഞ ആഴ്ചയല്ലേ ഞാൻ 40 ലക്ഷം തന്നത്? ആ 40 ലക്ഷം രൂപ കയ്യിൽ കിട്ടിയപ്പോ തന്നെ വീടിന് വേണ്ടി ചെലവാക്കിയില്ലേ? തനിക്ക് 5 ലക്ഷം പോയിട്ട് ഇനി ഞാൻ 5 പൈസ ഞാൻ തരില്ല. മര്യാദക്ക് എൻ്റെ വീടിന്റെ പണി തീർത്തന്നോ. വീട് പണി തീർക്കണമെന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ വേണം. ഇല്ലെങ്കിൽ പരിപാടി ഇവിടെ അവസാനിപ്പിക്കൂട്ടാ. ആട് ഫോൺ കട്ട് ചെയ്തോ? ആളെന്റെ കൈ കിട്ടി ഞാൻ ഒന്നാട് കൊടുക്കും ഞാൻ. പ്രതിഭ കോൺട്രാക്ടർ മുങ്ങിയോ? എന്തായി രമേശേട്ടാ, ആ കള്ള പ്രദീപ് കോൺട്രാക്ടർ നമ്മുടെ വീട് പണി പൂർത്തീകരിക്കാണ്ട് പൈസയും കൊണ്ട് മുങ്ങിയില്ലേ? ആ കാണാരേട്ടന് 20 ലക്ഷം എന്നെ പറ്റിച്ചു. കാണാരേട്ടൻ മാത്രോ? അപ്പൊ കൊച്ചുണ്ണിയേട്ടനോ? കൊച്ചുണ്ണിയേട്ടൻ നിങ്ങളുടെ കയ്യിൽ 2 ലക്ഷം രൂപയിൽ അടിച്ചു മാറ്റിയത്. പിന്നെ അമ്മാവനും വിഷ്ണുവും ദീപ്തിയും കൂടിയിട്ട് ജപ്തിയുടെ പേരിൽ നിങ്ങളുടെ അടുത്ത് 5 ലക്ഷം രൂപ തട്ടിച്ചെടുത്തില്ലേ? അത് മാത്രല്ലല്ലോ സുമിത്രേ, ആ രമ്യ ചേച്ചി എന്നെ 4 കുറിയിൽ ചേർത്തു. അതും പൊളിഞ്ഞു. ഇതൊക്കെ പ്രവാസികളുടെ ശാപാണ്. നാട്ടിലുള്ള ആൾക്കാരുടെയൊക്കെ വിചാരം എന്താ? NRI എന്ന് പറയുമ്പോൾ എന്തോ പണം കായ്ക്കണ മരം അവരുടെ അടുത്തുണ്ടെന്നാ. ഈ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. രമേശേട്ടൻ തിരിച്ചു വെക്കോളൂ, അതാ രമേശേട്ടന് നല്ലത്. അപ്പൊ സുമിത്രേ, രമേശേട്ടൻ പോയിട്ടോ. രമേശേട്ടന് ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ? രമേശേട്ടനെ പോലുള്ള പാവം പ്രവാസികളെ പറ്റിക്കാനായിട്ട് കുറെ കൊച്ചുണ്ണിമാരും കുറെ കണാരന്മാരും പിന്നെ കോൺട്രാക്ടറിന്റെ വേഷത്തിലും ബന്ധുക്കളുടെ വേഷത്തിലും ഒക്കെ ഉണ്ടാവും. ഇനിയെങ്കിലും ഇതുപോലെയുള്ള കെണികളിൽ വീഴാതെ നമുക്ക് മുന്നിലേക്ക് പോകണം. ഇത് നല്ലൊരു തുടക്കമാവട്ടെ. രമേശേട്ടൻ ധൈര്യമായിട്ട് പോയിട്ട് വരും. സുമിത്ര പറഞ്ഞാണ് ശരി. ഇനി വരുന്ന രമേശേട്ടൻ ഒരു പുതിയ മനുഷ്യനായിരിക്കും. അങ്ങനെ നമ്മളെ രമേശൻ തിരിച്ചു പോയി. പൊന്മിട്ടെറിഞ്ഞ താറാവാണ് പോയത് കൊച്ചുണ്ണിയെ. കൊച്ചുണ്ണിയേട്ടനെ എത്ര അടിച്ചു മാറ്റിയേ? 2 ലക്ഷം. അല്ല നമ്പൂരി, നിങ്ങൾ ഇവിടെ എത്ര അടിച്ചു മാറ്റിയത്? മരുവന്റെ കയ്യിൽ നിന്ന് ഞാനും വിഷ്ണുവും ദീപിയും കൂടി ഒരു 5 ലക്ഷം അടിച്ചു മാറ്റി. കാണാരേട്ടാ, നിങ്ങൾ നല്ല പിള്ളേ വേണ്ട. നിങ്ങൾ എത്ര അടിച്ചു മാറ്റി? ഞാനാണ് ആദ്യമായിട്ട് അടിച്ചു മാറ്റിയത്. ഒരു 20 ലക്ഷം. ദേ നമ്മുടെ മുന്നിയ കോൺട്രാക്ടർ ധൈര്യമായിട്ട് കയറി വന്നോ പ്രദീപ. രമേശൻ ഗൾഫ് പോയി. ആള് പോയോ? സമാധാനായിട്ട് വരാം. പ്രദീപ് കോൺട്രാക്ടർ, നിങ്ങൾ എത്ര അടിച്ചു മാറ്റി? ഞാൻ അധികമൊന്നുമില്ല, ഒരു 40 ലക്ഷം. നമ്പൂരി, നമ്മളെ കൊച്ചുണ്ണിയാന്റെ ബോധം പോയിട്ടാ. പ്രദീപ എന്റെ കമ്മീഷൻ 20 ലക്ഷം തന്നു. അത് എപ്പോഴേ ഞാൻ നമ്പൂരിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്ക് ടോട്ടൽ 25 ലക്ഷമാണ് കിട്ടുന്നത്. കൊച്ചുണ്ണി, ഇവരൊക്കെ മുതലാളിമാരായി. നമുക്ക് പോവാം. എനിക്ക് തൊട്ട് നോക്കാൻ 2 ലക്ഷം കിട്ടിയുള്ളൂ.